കൊച്ചി പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനവുമായി കഴിഞ്ഞ ദിവസം കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടി പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മിനിസ്റ്ററെ, കഴിഞ്ഞ ദിവസം അങ്ങ് നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള മറുപടി? അവരുടെ വിമർശനത്തിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് ആ വിമർശനത്തിന് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിലും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ചും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല, എന്തിന്റെ പേരിലായിരുന്നാലും. സ്കൂളുകൾ അവിടെ ക്രിസ്ത്യാനി, മുസൽമാൻ, ഹിന്ദു എല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാലയങ്ങളാണ്. പാഠശാലയല്ല സ്കൂളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമാണെന്ന് വരുത്തി നിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ അതെല്ലാം തള്ളിക്കളയും. അല്ല, ഈ സന്യസ്ത സമൂഹത്തെ അങ്ങ് അപമാനിച്ചു എന്നാണ് അവരുടെ ആക്ഷേപം. ഞാൻ അങ്ങനെ ആരെ അപമാനിച്ചിട്ടില്ല. ആ ആക്ഷേപത്തിന് യാതൊരു പ്രസക്തിയില്ല. അതെല്ലാം ബോധപൂർവം പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. സെന്റ് റീത്താസ് സ്കൂളിലുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി ഉള്ള ആക്ഷേപങ്ങളാണ്. അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചാൽ നമ്മൾ പെട്ടെന്ന് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഈ സ്കൂളിനെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അല്ല, അതിപ്പം കോടതിയിൽ കേസിരിക്കുകയല്ലോ. കോടതിയിലെ കേസിന്റെ കാര്യം കഴിഞ്ഞു വരട്ടെ. അപ്പൊ എന്തെങ്കിലും ഒത്തുതീർപ്പിലേക്ക് ഉള്ള ഒരു സാധ്യതയുണ്ടോ? ഒത്തുതീർപ്പിന്റെ പ്രശ്നമൊന്നും ഇക്കാര്യത്തിൽ ഇല്ലല്ലോ. ഒരു കേരളത്തിൽ 14,000 സ്കൂളുണ്ട്. 14,000 സ്കൂളിൽ ഉള്ള നിയമം എല്ലാ സ്കൂളിനും ബാധകമാണ്. ആ കുട്ടിയുടെ അച്ഛൻ TC വാങ്ങിയോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇനി ആ കുട്ടിക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പ്രത്യേക ഉത്തരവ് കൊടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്കൂളിന്റെ കാര്യമാണെങ്കിലും അത് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ച മാത്രമാണ്. ഓക്കെ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണം. എന്തായാലും ഈ വിവാദങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം, നിലപാടിൽ ഒരു മാറ്റവുമില്ല, സർക്കാർ ജനാധിപത്യപരമായി മാത്രമാണ് ഈ വിഷയത്തെ കാണുന്നതെന്നാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നിരുന്നു. സന്യാസിമാരെ മന്ത്രി അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീൽ ആവശ്യപ്പെട്ടു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏറ്റവും പ്രധാനമായി ഈ ക്രൈസ്തവ സമൂഹത്തെ മന്ത്രി അപമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇന്നലെ മുതലേ ക്രൈസ്തവ സഭാ നേതൃത്വമടക്കം ഒന്നടങ്കം പറയുന്ന കാര്യം. പക്ഷേ ഡാൻ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ല, സർക്കാരിന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന്. ഇത് ഏത് തരത്തിൽ സർക്കാരിനെ തന്നെ ബാധിക്കും? മന്ത്രി മാപ്പ് പറയണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ മന്ത്രി മാപ്പ് പറയാൻ ഇനി സാധ്യതയുണ്ടോ? സഭയുടെ നിലപാട് അതെന്തായിരിക്കും? ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് ശിരോവസ്ത്രം ധരിച്ച ഒരു സന്യസ്തയായിട്ടുള്ള ആളാണ് ഇത്തരത്തിൽ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ലാസ്സിലെത്തിയതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടി വേണം, അല്ലെ അവരെ സ്കൂളിൽ അങ്ങനെ അവരെ എത്താൻ കഴിയില്ല എന്ന നിലപാടെടുത്തത് എന്ന അർത്ഥത്തിലായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രതികരണം നടത്തിയത്. അതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. അതിൽ രാജിവെക്കണമെന്ന തരത്തിലേക്ക് വരെ നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് ഈ സംഘടനകൾ രംഗത്തെത്തിയത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അതിനിപ്പോൾ നൽകുന്ന മറുപടി കത്തോലിക്ക കോൺഗ്രസിന് മറുപടി അർഹിക്കുന്നില്ല, ആ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നാണ്. മാത്രവുമല്ല, അദ്ദേഹം ഒരു അനുനയത്തിന്റെ പാത സ്വീകരിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പുമില്ല, നിയമത്തിന്റെ വഴിയിലേക്ക് തന്നെ പോകും. ഏതെങ്കിലും വിധേന ആ കുട്ടിക്ക്
തുടർന്ന് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, അവിടെ മറ്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. താൻ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത് ഈ സ്കൂളിലുണ്ടായ പള്ളുരുത്തി സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണ്, രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിനോട് ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം കൃത്യമായി നിലപാടിൽ ഉറച്ചു തന്നെയാണ്. ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പ് ചർച്ചകൾക്കോ അനുരഞ്ജനങ്ങൾക്കോ ഒന്നും ഇനി സാധ്യതകൾ അവശേഷിക്കുന്നില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഡാൻ, അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്. തൊട്ടാൽ പൊള്ളുന്ന ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാതെ ഡബിൾ സ്റ്റാൻഡ് എടുത്ത സർക്കാരെ നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും ഇതൊരു വലിയ വിഷയമായി കൊണ്ടുപോയത് നമ്മൾ കണ്ടത്. ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക ശിരോവസ്ത്രം വിദ്യാർത്ഥികളെ ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് അത് ക്രൈസ്തവ സന്യാസിനിമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് സഭ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ നിലപാടുമായി എത്ര നാൾ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും? സഭ പറയുന്നത് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്നാണ്. ഡാൻ, അത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തോട് അവസാനമായി ചോദിച്ചതും. അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനും കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ ആ വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഉത്തരം അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്രൈസ്തവ സമൂഹത്തെ, പ്രത്യേകിച്ച് സഭാ സമൂഹത്തെ അങ്ങനെ പിണക്കാൻ കഴിയില്ല സർക്കാരിന്. കാരണം ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് സർക്കാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇടത് സർക്കാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ പിണക്കിക്കൊണ്ട് അവരെ മുഴുവൻ ഒരു ഇത്തരത്തിലൊരു വിഷയത്തിൽ കൃത്യമായി അവരെ മുഴുവൻ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് എത്ര നാൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നതാണ് ചോദ്യം. എന്തായാലും നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ അല്ലെങ്കിൽ തയ്യാറാകാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കത്തോലിക്ക കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സംഘടനകളോ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിനോട് ഏത് തരത്തിലായിരിക്കും മന്ത്രിയും അതോടൊപ്പം സർക്കാരും? അതാണ് ഡാൻ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിൽ ക്രൈസ്തവ സ്കൂളുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ന്യൂനപക്ഷ സ്കൂളുകളുടെ സൽപ്പേര് ബോധപൂർവം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ക്രൈസ്തവരെ ബോധപൂർവം ആക്രമിക്കാനുള്ള, ന്യൂനപക്ഷങ്ങളെ ബോധപൂർവം ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് ദിനംപ്രതി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നു എന്ന് ക്രൈസ്തവർ ആരോപിക്കുന്നത്. അപ്പോൾ അവിടെ ഇനി എന്ത് പ്രതീക്ഷിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഡാൻ, ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൌരവം ആർജിച്ച കാര്യമെന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിൽ, വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ട നിലപാടിൽ, അവരെടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരു ശതമാനം പോലും പിന്നോട്ട് പോയിട്ടില്ല. അതേപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് ഈ വിഷയത്തിലെടുത്ത നിലപാടിൽ മാനേജ്മെന്റും ഉറച്ചു നിൽക്കുകയാണ്. അതായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിക്ക് പഠനത്തിനെത്താൻ കഴിയില്ല. അങ്ങനെ സാധാരണയായി അവിടെ അവരുടെ മാനദണ്ഡങ്ങളിൽ പരാമർശിക്കുന്നത് എന്താണോ അതിൽ പറയുന്നതനുസരിച്ച് ആ കുഞ്ഞ് സ്കൂളിലേക്ക് വന്നാൽ അതിനെ നേരത്തെ എങ്ങനെയാണോ ആദ്യ ദിനത്തിൽ സ്വീകരിച്ചത് അതുപോലെ തന്നെ ആ കുഞ്ഞിനെ ആതിഥ്യമൊരുക്കും എന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുമ്പോൾ ഈ പ്രശ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും വിദ്യാഭ്യാസ വകുപ്പും ഈ സ്കൂൾ മാനേജ്മെന്റും തയ്യാറാകുന്നില്ല എന്നതാണ് അസാധാരണമായ ഒരു സാഹചര്യം. ഒരുപക്ഷെ അത് മാനേജ്മെന്റിന്റെ മാത്രം ഒരു തീരുമാനമായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ആ മാനേജ്മെന്റിനെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കുന്ന മറ്റ് സഭയുടെ ഒരു കൃത്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. കാരണം ഇത് ഇത്ര തരത്തിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറിയൊരു കാര്യമാണ്. അതുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് തനിയെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഒരു പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് നിലപാടിൽ മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. ബോധപൂർവമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു, അതിന് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ചത്. ആ നിലപാടിൽ നിന്ന് അവർ ഒട്ടും അയഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഇന്നലെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു പ്രസ്താവന വരികയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ വിമർശനങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് രാവിലെ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനോട് മാനേജ്മെന്റും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അറിയാനുള്ളത്.
അതാണ് വിദ്യാഭ്യാസ മന്ത്രി എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാട് ന്യൂസ് 18 വ്യക്തമാക്കി കഴിഞ്ഞു. മറുപടി അറിയിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മന്ത്രി മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്ന് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ആര് നിലപാട് മാറ്റും, മാപ്പ് പറയുമോ പറയാതിരിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് 18നോട് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.